ഡേ 7 ഓഫ് 10 ഡേയ്സ് റോസ് ചലഞ്ച്. ഈ കണ്ട വീഡിയോസിലൊക്കെ നമ്മൾ പാക്കേജ് ക്രിയേറ്റ് ചെയ്യാനും നോഡ് ക്രിയേറ്റ് ചെയ്യാനും ഇതെങ്ങനെ റൺ ചെയ്യാനൊക്കെ പഠിച്ചു. പക്ഷെ അതെല്ലാം തന്നെ നമ്മൾ ചെയ്തത് പൈത്തൺ വെച്ചിട്ടാണ്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് C++ വെച്ചിട്ട് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യണ എങ്ങനെയാണെന്ന് കാണാം. അപ്പൊ നിങ്ങൾക്ക് പൈത്തനും C++ഉം തമ്മിലുള്ള ഒരു വ്യത്യാസവും അതിന്റെ റണ്ണിങ് ബേസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ ഏറ്റവും നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പാക്കേജ് ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ഫ്രം ദി സ്ക്രാച്ച് പാക്കേജ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത പാക്കേജിലേക്ക് ജസ്റ്റ് റീഎൻറ്റർ ചെയ്താൽ മാത്രം മതി. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ടെർമിനൽ ഓപ്പൺ ചെയ്തു. നമ്മൾ ഓൾറെഡി ഒരു വർക്ക് സ്പേസ് പാക്കേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ആ ഒരു വർക്ക് സ്പേസിനകത്തേക്ക് റീഎൻറ്റർ ചെയ്യാം. CD റോസ് വർക്ക് സ്പേസ്, ഇതാണ് നമ്മുടെ വർക്ക് സ്പേസിന്റെ പേര്. ലിസ്റ്റ് ചെയ്ത ഇതിനകത്ത് എന്തൊക്കെ തരത്തിലുള്ള ഡയറക്ടറീസ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള ഡയറക്ടറി ഏതാണ്? SRC. അതിലാണ് നമ്മൾ നമ്മുടെ പാക്കേജ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. SRC കയറി അതൊന്ന് ലിസ്റ്റ് ചെയ്തപ്പോൾ എന്താ, ഇതിൽ ഇപ്പോൾ 2 പാക്കേജസ് ഉണ്ട്. മൈ CPP പാക്കേജ്, മൈ പൈത്തൺ പാക്കേജ്. പൈത്തൺ പാക്കേജിൽ നമ്മൾ ഓൾറെഡി പൈത്തൺ നോഡ് ക്രിയേറ്റ് ചെയ്ത് സക്സസ്ഫുള്ളി നമ്മൾ റൺ ചെയ്തു. ഇന്ന് നമ്മൾ എന്താ C++ ആണ് നോക്കുന്നത്. സോ നമുക്ക് എന്താ നമ്മുടെ C++ പാക്കേജിനകത്തേക്ക് റീഎൻറ്റർ ചെയ്യാം. CD CPP പാക്കേജ്. സോ നമ്മൾ ഇപ്പോൾ ആ പാക്കേജിൻ്റെ ഉള്ളിൽ എൻ്റർ ആയി. നമുക്ക് പാത്ത് കണ്ടാൽ മനസ്സിലാവും. ROS വർക്ക് സ്പേസ്, SRC, മൈ CPP പാക്കേജ് എന്നുള്ള 3 ഡയറക്ടറി നമ്മളിപ്പോൾ കയറിയിട്ടുണ്ട്. ഇതും ലിസ്റ്റ് ചെയ്ത ഒരു വിത്തിൻ ദ പാക്കേജ്. ഇതൊക്കെ പാക്കേജ് ബിൽഡ് ചെയ്യുമ്പോൾ വരുന്ന ഫയൽസ് ആണ്. എന്താ CMake ലിസ്റ്റ്, ഇൻക്ലൂഡ്, package.xml, SRC. ഇതെല്ലാം പാക്കേജ് ബിൽഡ് ചെയ്യുമ്പോൾ ബൈ ഡിഫാൾട്ട് ജനറേറ്റ് ആയി വരുന്ന കുറച്ച് ഡയറക്ടറീസ് ആണ്. സോ നമുക്ക് എന്താ നോഡ് സ്റ്റോർ ചെയ്ത് വെക്കണം. ഇനി നമുക്ക് നോഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നോഡ് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കണേന്ന് നമുക്ക് നോക്കാം. നമ്മൾ പൈത്തണിൽ നമുക്ക് ഓർമ്മയുണ്ട്, പാക്കേജിന്റെ പേര് തന്നെയുള്ളൊരു ഡയറക്ടറിയിലാണ് നമ്മൾ നോഡ് സ്റ്റോർ ചെയ്ത് വെച്ചത്. ഹിയർ നമുക്ക് എന്താ SRC എന്ന പേരുള്ളൊരു ഫോൾഡർ ഉണ്ട്. നമുക്ക് ആദ്യം പാക്കേജ് സ്റ്റോർ ചെയ്യുന്ന ഒരു SRC ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വിത്തിൻ ആ ഒരു CPP പാക്കേജിനകത്ത് ഒരു SRC എന്നൊരു ഫോൾഡർ ഉണ്ട്. അവിടെയാണ് നമുക്ക് എന്താ നോഡ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. സോ നമുക്ക് SRCൻ്റെ ഉള്ളിലേക്ക് റീഎൻറ്റർ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ വേറെ ഫയലൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ആ ഫോൾഡറിനകത്ത് എൻ്റർ ചെയ്താൽ മതി. ഇനി നോഡ് ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെയാണ്, നമ്മൾ പൈത്തണിൽ ഉപയോഗിച്ച സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ആ ഒരു സെയിം കമാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. gedit simple _ node അവിടെ നമ്മൾ പൈത്തൺ എക്സ്റ്റൻഷൻ ആണ് കൊടുത്തത്. .py എന്നുള്ള എക്സ്റ്റൻഷൻ. ബിക്കോസ് നമുക്ക് എന്താ വേണ്ടത്, പൈത്തൺ ആണ് വേണ്ടത്. ഹിയർ നമ്മൾ എന്താ C++ ആണ് കൊടുക്കുന്നത്. അപ്പോൾ .cpp. ഇവിടെയാണ് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റർ വന്നു. ഇവിടെയാണ് നമ്മൾ എന്താ നമ്മുടെ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. നോഡിന് വേണ്ടിയിട്ടുള്ള കോഡും കാര്യങ്ങളൊക്കെ എഴുതുന്നത് ഇവിടെയാണ്. ഇതാണ് നമ്മുടെ C++ കോഡ്. ഇത്രയും മിനിമൽ ആയിട്ടുള്ള ഒരു കോഡ് ഉപയോഗിച്ചാണ് നമ്മൾ C++ൽ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് തന്നെ കാണാം, ഒരു 7 to 8 മിനിമൽ സെറ്റ് ഓഫ് കോഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്താ ഇവിടെ നോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്താ ഈ സ്ലൈഡ് എന്തിനാണെന്നുള്ളത് നോക്കാം. പൈത്തണിൽ ചെയ്തപ്പോൾ നമ്മൾ എന്താ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജീസ് ഒക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്താ ലൈബ്രറി, ക്ലയൻറ്റ് ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുക, മെയിൻ ഫങ്ഷൻ, ലോഗിങ് സിസ്റ്റം, നോഡ് ഇനീഷ്യലൈസേഷൻ, നോഡ് അലൈവ് ആക്കി വെക്കുക, അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടെർമിനോളജീസ്. അതേ സെയിം സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു CPP വേർഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ #include RCL CPP. ഇതെന്താ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ക്ലയൻറ്റ് ലൈബ്രറി ആണ് RCL CPP. അപ്പം അതാണ് നമ്മളിവിടെ വിളിച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മളിവിടെ കോൾ ചെയ്ത് വിളിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇത് വന്നിട്ടാണ് എന്താണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. എല്ലാ CPP നോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലും നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. ഇതെന്താ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുകയാണ്. ഈ സ്റ്റെപ്സ് കൊണ്ട് മെയിൻലി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് റോസ് കമാൻഡ് ലൈൻസ് യൂസ് ചെയ്ത് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് കുറച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കണം. കുറച്ച് നമ്മളായിട്ട് കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് കമാൻഡ്സ് അത് ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് കൊടുക്കണം.
അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഈ ഒരു ലൈൻസ് ഒക്കെ നമ്മൾ അവിടെ കൊടുക്കുന്നത് ആ ഒരു ഇനീഷ്യലൈസേഷന് വേണ്ടി. എന്നാലാണ് കമാൻഡ് ലൈൻസ് യൂസ് ചെയ്ത് നമുക്ക് ആർഗ്യുമെന്റ്സ് കുറച്ചുകൂടി ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് നമ്മുടെ നോഡ് ഇനീഷ്യലൈസേഷൻ ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു സിമ്പിൾ നോഡ്, ഒരു സിമ്പിൾ CPP നോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നമുക്കൊരു ഷെയർഡ് പോയിന്റർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? മെമ്മറി എഫിഷ്യൻസിക്കും സേഫ്റ്റിക്കും വേണ്ടിയിട്ട്. അതിനെയാണ് ഈ ഒരു ലൈൻ സൂചിപ്പിക്കുന്നത്. ഈ ലൈൻ, ഒരു ഹോൾ ലൈൻ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നോഡ് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി. റോസ് പൈത്തണിൽ, ആ പൈത്തൺ കോഡിൽ നമ്മൾ കണ്ടു ഒരു ലോഗിങ് സിസ്റ്റത്തെ ഒക്കെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇവിടെയും നമ്മൾ ഒരു ലോഗിങ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ എന്താണ് പ്രിന്റ് ചെയ്ത് ലാസ്റ്റ് കിട്ടേണ്ടത്, നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നമുക്ക് കിട്ടണം. ആ ഒരു മെസ്സേജ് നമുക്ക് കിട്ടണം. അതിന് നമ്മൾ റോസിന്റെ ലോഗിങ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ലോഗിങ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ലാസ്റ്റ് വരേണ്ട മെസ്സേജ് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ടത്. നമ്മൾ ലാസ്റ്റ് ഈ ഒരു ഫയൽ റൺ ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ C++ നോഡ് ഈസ് റണ്ണിങ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് വേണം. അതിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് RCL CPP സ്പിൻ എന്തിനാ? നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് നോഡ് അലൈവായി വെക്കണം. മീൻസ് നമ്മൾ നോഡ് റൺ ചെയ്തിട്ട് ഒറ്റയടിക്കുന്ന ആ ഒരു പ്രോസസ്സ് സ്റ്റോപ്പായി പോകാൻ പാടില്ല. അത് കുറച്ച് കഴിയുമ്പോൾ മീൻസ് നമുക്ക് ഒന്നും മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ആ നോഡ് റണ്ണിങ് ആയിട്ടിരിക്കണം, എന്നാലാണ് അത് അവിടെ വർക്ക് ആവുള്ളൂ. ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്മൾ Ctrl+C അടിച്ചിട്ടാണ് നമ്മൾ പ്രോസസ്സൊക്കെ ഫില്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ലാസ്റ്റ് വന്നിട്ട് നമുക്ക് സക്സസ്ഫുള്ളി നമ്മുടെ നോഡ് സ്റ്റോപ്പാണ്, അതിൻ്റെ വർക്കിംഗ് കംപ്ലീറ്റ് ആണ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ലൈൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും മിനിമൽ സെറ്റ് ഓഫ് കോഡ് ലൈൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് CPP നോഡ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ളത്. നമുക്കിനി നമ്മുടെ നോഡ് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്തു, ക്ലോസ് ചെയ്തു. സോ നമ്മളിപ്പോൾ നോഡ് എഴുതി അത് സേവ് ചെയ്തു. ഇനി ഈ നോഡ് എഴുതിയാൽ മാത്രം പോരാ, ഈ നോഡ് നമുക്ക് നമ്മൾ റോസ് എൻവയോൺമെന്റിന് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യവും കൂടി ഉണ്ട്. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ഫയലാണ് cmakelist.txt എന്നുള്ള ഈ ഒരു ഫയല്. ഈ ഒരു ഫയൽ നമ്മൾ പാക്കേജ് ബിൽഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, CMake എന്ന ബിൽഡ് ടൈപ്പ് വെച്ച് ബിൽഡ് ചെയ്യുമ്പോൾ ബൈ ഡിഫാൾട്ട് ജനറേറ്റ് ആയി വരുന്ന ഒരു ഫയലാണ് ഈ cmakelist.txt. സോ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ SRC ഫോൾഡറിൽ നിന്ന് ഒന്ന് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നത് cd_.o. ഇനി നമുക്ക് നമ്മുടെ CMake ലിസ്റ്റിലേക്ക് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യാൻ ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ വെച്ച് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫയൽസിൽ പോയി നമ്മുടെ വർക്ക് സ്പേസ് ഓപ്പൺ ചെയ്ത് SRC പാക്കേജ് ഓപ്പൺ ചെയ്ത് അവിടെ CMake ലിസ്റ്റ് എന്നുള്ള ഫയൽ ഉണ്ടാവും. ഇപ്പം നമുക്ക് എളുപ്പത്തിന് gedit CMake ലിസ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ CMake ലിസ്റ്റിൻ്റെ ഒരു ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ CMake ലിസ്റ്റ് ഇരിക്കുന്നത്. ഇവിടെയാണ് കുറച്ച് സെറ്റ് ഓഫ് ലൈൻസ് ഉപയോഗിച്ച് നമ്മൾ റോസ് എൻവയോൺമെൻ്റ് ആയിട്ട് ബ്രിഡ്ജ് ചെയ്യുന്നത്. നമ്മൾ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, റോസിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോൾ പൈത്തണിലാണെങ്കിൽ നമ്മൾ എൻട്രി പോയിന്റിൻ്റെ ഹെൽപ്പും കണ്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. CMakeലേക്ക് വരുമ്പോഴത്തേനും ഇതുപോലത്തെ CMake ലിസ്റ്റ് എന്നുള്ള ഫയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് റോസ് എൻവയോൺമെൻ്റ് ആയിട്ട് ബ്രിഡ്ജ് ചെയ്ത് റൺ ചെയ്യിക്കുന്നത്. ഇതാണ് ഈ ഒരു ലൈൻസ് ഓഫ് കമാൻഡ്സ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ നോഡ് റൺ ചെയ്യുന്നത്. നമ്മുടെ എങ്ങനെയാണ് CMake ലിസ്റ്റിൽ ആ നോഡ് വന്നിന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് RCL Pi ആണ് നമ്മുടെ ക്ലയൻറ്റ് ലൈബ്രറി. എന്ന് വെച്ചാൽ നമുക്കൊരു RCL Pi എന്നുള്ള ക്ലയൻറ്റ് ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് നോട്ട്സിന് വേണ്ട പല ഫങ്ഷനാലിറ്റീസ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അത് നമ്മളവിടെ കൊണ്ടുവന്നു. പിന്നെ സിമ്പിൾ നോഡ് എവിടെയാണോ ഉള്ളത് SRCക്കകത്താണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്, അതും പറഞ്ഞു കൊടുത്തു. സിമ്പിൾ നോഡ് RCL CPP ആയിട്ട് അതിന് മെർജ് ചെയ്തു. മീൻസ് അത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിക്കുക, എന്നാൽ മാത്രമാണ് അതിൽ നോഡിൻ്റെ ഫങ്ഷനാലിറ്റി അതിൽ വർക്ക് ആവുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നമുക്ക് സേവ് ചെയ്ത് ക്ലോസ് ചെയ്യാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ CMake ലിസ്റ്റിൽ എറേഴ്സ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളത് അത്രത്തോളം കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ.
ഇനി അടുത്തൊരു ഫയലാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത പോലെ gedit package.xml. നമുക്ക് package.xml എന്നുള്ള ഫയലാണ് ഓപ്പൺ ചെയ്യുന്നത്. അത് നമ്മൾ യൂസ് ചെയ്തത് എന്താ, gedit എന്നുള്ള ടെക്സ്റ്റ് എഡിറ്ററാണ്. ഓപ്പൺ ചെയ്തു. ഇതിപ്പോൾ എന്തിനാണാവോ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഒരു ഡൗട്ട്. CMake ലിസ്റ്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൊടുത്തു. ഈ package.xml ഒരു കാര്യം കൊടുക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നോഡ് ബിൽഡ് ചെയ്ത് റണ്ണൊക്കെ ചെയ്യുമ്പോഴത്തേനും പല കാര്യങ്ങളും ആവശ്യമായിട്ട് വരും. നോഡ് എന്നല്ല, ഒരു പാക്കേജിന് പോലും പല നമ്പർ ഓഫ് ഡിപ്പെൻഡൻസീസ് കാണും. അതിൽ ഒരു ഡിപ്പെൻഡൻസി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ ഒരു ടേർട്ടിൽസും പരിചയപ്പെട്ടില്ലായിരുന്നോ, നോഡ് എന്താ ടോപ്പിക് എന്താണെന്ന് അറിയാൻ പോലെ. അത് നമുക്ക് ഈ ഒരു നോഡായിട്ട് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പം എന്താ, ആ ടേർട്ടിൽ സിം എന്നുള്ളത് ഒരു ഫാക്ടർ അവിടെ ഡിപ്പെൻഡൻസിയാണ്, ആ ഒരു പാക്കേജ് അവിടുത്തെ ഡിപ്പെൻഡൻസിയാണ്. അത് നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത്, നമ്മുടെ package.xml കൊടുക്കേണ്ടത്. ബാക്കിയൊക്കെ ചെയ്യാന്നുള്ളത് അത് ചെയ്തോളും. ഇവിടെ നമുക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഡിപ്പെൻഡ് RCL CPP ആണ്. ഓക്കെ, അതായത് നമ്മുടെ ക്ലയൻറ്റ് ലൈബ്രറി ആണ് നമ്മുടെ ഡിപ്പെൻഡൻസി. സോ അതിനെയാണ് നമ്മുടെ പാക്കേജ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡിപ്പെൻഡ് എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്തു, അത് ഇവിടെ ഈ ഒരു ഹാഷ് വെച്ച് ക്ലോസ് ചെയ്തു. അതിന് വിത്ത് നമ്മളെന്താ RCL CPP കൊടുത്തിട്ടുണ്ട്. ഇത് സേവ് ചെയ്തു, ഇതും ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ വർക്ക് സ്പേസിലേക്ക് ഒന്ന് പോകണം. ഓക്കെ, വർക്ക് സ്പേസിലേക്ക് ഒന്ന് പോയിട്ട് നമുക്കൊന്ന് കോൾകോൺ ബിൽഡ് ചെയ്യണം. ബിൽഡ് ചെയ്തപ്പോൾ എറർ ഒന്നുമില്ല. ഇൻ കേസ് നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ എറർ വരാൻ ചാൻസസ് ഉണ്ടെങ്കിൽ, എറർ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ, ഒന്നില്ലെങ്കിൽ CMake ലിസ്റ്റിൽ എറർ ഉണ്ട്, package.xml എറർ ഉണ്ട്, പിന്നെന്താ നമ്മുടെ കോഡിലും എറർ ഉണ്ട്. ഇതാണ് മെയിൻലി വരുന്ന എറർ. നമ്മൾ CMake ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അതിൽ എറർ വരാൻ ചാൻസസ് ആർ റിയലി ഹൈ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറേ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കൊടുത്തില്ലെങ്കിൽ പോലും എറർ വരും. എന്തിന്, നമ്മുടെ ഫയൽ നെയിം കൊടുക്കുമ്പോൾ ഇപ്പോൾ സിമ്പിൾ നോഡിൻ്റെ S നമ്മൾ കൊടുത്തത് സ്മോൾ, ഇവിടെ വന്നപ്പോൾ ക്യാപിറ്റൽ, അതൊക്കെ ഒരു എററാണ്. ആ SRC എന്നുള്ള ഫോൾഡർ പോലും കൊടുത്തില്ലെങ്കിലും അതും ഒരു എററായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തപ്പോൾ എറർ ഒന്നുമില്ല, നമ്മൾ ബിൽഡ് ചെയ്തു. നമുക്ക് സോഴ്സ് ചെയ്യാം. സോഴ്സ് ഇൻസ്റ്റാൾ setup.bash. എന്തിനാ ചെയ്യുന്നത്, നമുക്ക് പാക്കേജും നോഡും റൺ ചെയ്യിക്കണമെങ്കിൽ റോസിൻ്റെതായിട്ടുള്ള കമാൻഡ് ലൈൻസ് വേണം. ആ കമാൻഡ് ലൈൻസിനോട് അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ, അത് ആക്റ്റീവ് ആവണമെങ്കിൽ ഈ സോഴ്സ് ഉപയോഗിച്ച് നമ്മുടെ റോസ് എൻവയോൺമെൻറ്റ് അപ്ഡേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് റോസിന് മനസ്സിലാവുള്ളൂ, ഓ ഈ വരുന്നത് റോസിന് വേണ്ടിയിട്ടുള്ള ആളാണ്. നമുക്ക് റോസ് ടു റൺ, പാക്കേജിൻ്റെ പേര് മൈ CPP പാക്കേജ്, നോഡിൻ്റെ പേര് സിമ്പിൾ നോഡ് ഈസ് റണ്ണിങ്, സിമ്പിൾ C++ നോഡ് ഈസ് റണ്ണിങ് എന്നുള്ള ഒരു കമാൻഡ് നമുക്ക് കിട്ടി. നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി. നമ്മൾ എന്താ, നോഡ് റൺ ചെയ്ത് സക്സസ്ഫുള്ളി റണ്ണിങ് ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു മെസ്സേജ് ഉണ്ട്. അതാണ് നമുക്കിപ്പോൾ പ്രിന്റ് ചെയ്ത് കിട്ടുക. ഇതിൻ്റെ അർത്ഥം നമ്മുടെ നോഡ് സക്സസ്ഫുള്ളി റൺ ചെയ്തു. നമ്മുടെ നോഡിന് ഇപ്പോൾ ഒരു മിസ്റ്റേക്സും ഇല്ല. ഇൻ കേസ് ഇനി മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ റൺ ചെയ്ത സമയത്ത് നമുക്ക് മിസ്റ്റേക്സ് കാണും. ഇപ്പോൾ എന്താ, ഒരു സിൻടാക്സ് എറർ ഉണ്ട്, ഇതാണ് ആ സിൻടാക്സ് എറർ. CMake ലിസ്റ്റിലാണ് എറർ എങ്കിൽ കോൾകോൺ ബിൽഡ് ചെയ്യുമ്പോൾ എന്തായാലും ആ എറർ 100% അവിടെ കാണിക്കും. അപ്പോൾ എറർ കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താ, നിങ്ങൾ ചെയ്യുമ്പോൾ കെയർഫുൾ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് C++ വെച്ച് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പൈത്തൺ എങ്ങനെയാണെന്ന് കണ്ടു. ഇപ്പോൾ C++. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും രണ്ടും തമ്മിലുള്ള ഒരു എക്സാക്ട് ഡിഫറൻസ്. ഇന്നത്തെ ഉള്ള വീഡിയോസിൽ നമുക്ക് എന്താ സിമുലേഷൻ ടൂൾസ് കാണാം. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.